ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നല്ലൊരു വറുത്തരച്ച മീൻകറിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ പല ടൈപ്പിൽ നമ്മൾ മീൻകറി തയ്യാറാക്കാറുണ്ട്. വറുത്തരച്ച മീൻകറി എന്നും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വറുത്തരച്ച മീൻകറി തയ്യാറാക്കാനായിട്ട് കുറച്ച് ദശ കട്ടിയുള്ള മീൻ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഒന്നെങ്കിൽ ചൂര, ഇല്ലെങ്കിൽ വറ്റ, നെയ്മീൻ, അങ്ങനെയുള്ള കുറച്ച് മോത, അങ്ങനെയുള്ള കുറച്ച് വലിയ മീനുകൾ എടുത്താൽ അത്രയും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിവിടെ വറ്റയാണ് എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് വറുത്തരയ്ക്കാൻ വേണ്ടി ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക്, 2-3 ഉള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ വിട്ടുപോയതാണ്. ഇത് ഒന്ന് വറുത്ത് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്തെടുക്കാം. നല്ല മണവും ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഉലുവയും കൂടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടും. പക്ഷേ നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ തേങ്ങ നല്ലപോലെ വറുത്ത് കൈ വിടാതെ ഇളക്കി വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടി. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ തേങ്ങ റോസ്റ്റായി നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഞാൻ കറികൾക്കെല്ലാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 2.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പൊടിയൊന്നും കരിഞ്ഞു പോകാതെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. ചിലർ വെള്ളം ഒഴിച്ചും പൊടിക്കാറുണ്ട്, ചിലർ വെള്ളം ഒഴിക്കാതെയും പൊടിക്കാറുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമേ ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് പിന്നെ അരച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം, തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാം. അപ്പോൾ അതിന് പിന്നെ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുന്ന സമയത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ കടുക് ഉപയോഗിക്കാത്തവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കേണ്ട. ഞാൻ ഇച്ചിരി 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും, ഉള്ളിയും, തക്കാളിയും, പച്ചമുളകും, കറിവേപ്പിലയാണ് കേട്ടോ വേണ്ടത്. ഇത് നമുക്ക് ആദ്യമേ തന്നെ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചക്കുത്തൽ മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇഞ്ചിയുടെ വെളുത്തുള്ളിയും കൂടി തന്നെ കറിവേപ്പില ഇട്ട് വിളക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുന്നതിനെക്കാട്ടിലും ശരിക്കും പറഞ്ഞാൽ ഉള്ളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഉള്ളി ഇല്ലാത്തവരാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 10-20 ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുത്തത്. പച്ചമുളകും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ പച്ചമുളക് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങളിങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരാളൊരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാശ്മീരി മുളക് പൊടിയാണെന്ന് പറഞ്ഞുകൊണ്ട് എരിവില്ല എന്നുണ്ടോ. പക്ഷേ ഞങ്ങൾ മേടിക്കുന്ന കാശ്മീരി മുളകിനൊന്നും എരിവില്ല കേട്ടോ. പിന്നെ കാശ്മീരി മുളക് ഉപയോഗിക്കുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും. അത് എനിക്കറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിനകത്ത് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി 1 എണ്ണമാണ് ചേർത്ത് കൊടുത്തത്, അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരപ്പ് നല്ലപോലെ പൊടിക്കാനുള്ള പരുവാക്കി വന്നിട്ടുണ്ട്. ഇതുപോലെ ആദ്യമേ ഒന്ന് പൊടിച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അതവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പിൻ്റെ കഴുകിയ വെള്ളം 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം. പിന്നെ എന്തൊക്കെ ചേർത്ത് കൊടുക്കുന്നത്, നല്ലപോലെ കുതിർത്ത് വെച്ച കുടംപുളി ഒരു 5-6 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കുടംപുളിയുടെ പുളി അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ഒരു 5-6 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇനി നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഇവിടെ നല്ലതുപോലെ ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറ്റയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ വറ്റയുടെ അളവാണിത് മൊത്തം കേട്ടോ. ഞാനിപ്പം എൻ്റെ കയ്യിൽ എടുത്തിരിക്കുന്ന 1 കിലോ വറ്റയാണ്. ആ വറ്റയുടെ അളവിൻ്റെയാണ് ഈ അരപ്പൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വറ്റ മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുങ്ങി കിടക്കുന്ന ആ ഒരു രീതിയിൽ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കണം.
ഇനി നമുക്ക് നല്ലതുപോലെ തിളയ്ക്കട്ടെ കേട്ടോ. ഒരു തിള വരുന്ന സമയത്ത് നമുക്കത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. ഞാനിവിടെ ഉപ്പിട്ടത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഞാൻ ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് മിസ്സായിപ്പോയതാണ് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പം നല്ലൊരു ടേസ്റ്റ്, നല്ലപോലെ കുറുകിയിരിക്കും. അത്രയേ ഉള്ളൂ. നല്ല വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെങ്ങനെയാണ് വറുത്തരച്ച മീൻകറി തയ്യാറാക്കേണ്ടതെന്ന്? ഇങ്ങനെ തന്നെയാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.